40 kVയുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുന്ന ഒരു വീഡിയോ ഫുള്ളായിട്ട്, അതായത് തുടക്കം മുതൽ അവസാനം വരെയും പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾറെഡി 7 വീഡിയോസ് പോസ്റ്റ് ചെയ്തു. ഇത് ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലിൽ നിന്നും എർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. എർത്ത് കൊടുക്കാനുള്ള ഒരു കോപ്പർ ദണ്ടാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 6 അടി പൊക്കത്തിന് മുകളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. എർത്ത് കണക്ട് ചെയ്യാനുള്ള ആ ഒരു പട്ട ഈ ഒരു ഹോൾ വഴിയാണ് അകത്തേക്ക് കയറ്റുന്നത്. അകത്ത് ഒരു കേബിൾ ട്രഞ്ച് ഉണ്ട്, അതുവഴി കൊണ്ടുപോകാനാണ് ഒരു പ്ലാൻ ചെയ്തേക്കുന്നത്. ട്രഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റൂമിൽ നിന്നാണ്. അടുത്ത റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് HT മീറ്ററാണ്. അപ്പോൾ അതിന് പുറകിലൂടെയാണ് ആ ഒരു ട്രഞ്ച് പോകുന്നത്. ആ ഒരു ട്രഞ്ച് നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും, ഒരുപാട് വയറിങ് അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇനി അടുത്ത റൂമിൽ പോയതിന് ശേഷം അവിടെ വന്നിട്ട് 160 kVയുടെ ട്രാൻസ്ഫോർമറാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പുറകിൽ കൂടിയാണ് ആ ഒരു ട്രഞ്ച് കടന്നു പോകുന്നത്. അതുവഴി അകത്തേക്ക് കയറ്റിയതിന് ശേഷം അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത റൂമിലാണ് പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഇന്നത്തെ വർക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നത്തെ വർക്ക് കൂടെ കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനകത്ത് ചാലുവാക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പാനൽ റൂം. അപ്പോൾ ഈ ഒരു പാനൽ റൂമിലാണ് അവരുടെ പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. മുന്നേ കണ്ട ആ ഒരു ട്രഞ്ച് ഈ ഒരു ഭാഗത്താണ് വന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. മുന്നേ അവിടെ ഒരു DGയുടെ പാനൽ ഉണ്ടായിരുന്നു. ആ ഒരു പാനലിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇവരുടെ DB സെറ്റ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനടിയിൽ കൂടിയാണ് അവർ ആ ഒരു കേബിൾ വലിച്ചേക്കുന്നത്. പാനലിൽ നിന്ന് വരുന്ന എർത്തും ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എർത്തും ഇവിടെ കൊണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് മാനുവലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു DG സെറ്റ് മുന്നേ ഉണ്ടായിരുന്നു. അതിൻ്റെ പാനലിലേക്ക് കൊടുത്തിരുന്ന കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. ആ ഒരു പാനൽ അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ആ ഇളക്കി മാറ്റിയ ചുവരിൻ്റെ പുറകുവശത്തായിട്ടാണ് മുകളിൽ നിന്ന് വരുന്ന സോളാറിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള DB സെറ്റ് ചെയ്യുന്നത്. സോളാറിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ പാനൽ കയറ്റുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ 19 പാനലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ഒരു സ്കെച്ച് വരച്ചത്. അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൊത്തം 73 പാനലാണ്. അപ്പോൾ അതിന് വന്നിട്ട് 19 പാനൽ ഈ ഒരു ഷീറ്റിൻ്റെ മേളിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടേക്കുന്നത്. ഏകദേശം ഒരു ലെയർ ഫുള്ളായിട്ട് തീർന്നു. അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മുകളിൽ വന്നിട്ട് 10 പാനലാണ് അവർ നിരത്തിയിരിക്കുന്നത്. താഴത്തതിൽ എത്ര പാനലാണ് നിരത്തുന്നതെന്ന് നോക്കാം. അപ്പം ഏകദേശം പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ ഇവരെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത്. വർക്ക് അത്രയ്ക്കും സമയമെടുത്ത് ഒക്കെയാണ് അവർ നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്, നല്ല ഭംഗിയായിട്ട് ആണ് ചെയ്യുന്നത്. സീരിയൽ കണക്ഷനായിട്ടാണ് ഈ ഒരു 19 പാനലിൻ്റെ കണക്ഷൻ അവർ കൊടുത്തേക്കുന്നത്. സ്റ്റാർട്ടിങ് കണക്ഷൻ നീളമുള്ള കേബിൾ ഇട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അതിനുശേഷം എല്ലാ പാനലും സീരിയൽ ചെയ്താണ് അവർ കണക്ഷൻ കൊടുക്കുന്നത്. അതുമാത്രമല്ല എല്ലാ പാനലിലും അവർ എർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ലെയർ 10 സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു എർത്ത് എടുത്തിട്ട് ആ ഒരു സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ തുടങ്ങുന്നതിന് മുമ്പായിട്ടും ആ ഒരു എർത്ത് ബോഡിയിൽ, അതായത് ആ സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പാനലും സീരിയൽ ചെയ്ത് ബോഡി എർത്ത് കൊടുത്താണ് അവർ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലാണ് വർക്ക്. ഞാൻ തുടക്കം മുതലേ ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏകദേശമൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ നല്ല കാറ്റാണ്. ആ ഒരു കാറ്റിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നത്. താഴത്തെ സ്ട്രക്ചറിൻ്റെ പാനൽ സെറ്റിങ്സ് ഫുള്ളായിട്ടുണ്ട്. മേളത്തെ ലെവല് 10 പാനലും താഴത്തതിൽ വന്നിട്ട് 9 പാനലും. ഇനി അടുത്ത സ്ട്രക്ചറിൽ സെറ്റ് ചെയ്യാനുള്ളത് 19 പാനൽ സെറ്റ് ചെയ്തിട്ടുള്ള 2 ലെയറാണ്. ഈ ഒരു പാനലിൽ കണക്ഷൻ കൊടുക്കുന്നത് ആദ്യത്തെ 19 സീരിയൽ ചെയ്ത് ഒരു കണക്ഷനും, അടുത്ത രണ്ടാമത്തെ 19 പാനൽ വന്നിട്ട് സീരിയൽ ചെയ്തിട്ട് മറ്റൊരു കണക്ഷനുമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 19 പാനൽ വെച്ചിട്ടുള്ള 3 ലെയർ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം സമയം രാത്രിയായി. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ.